Dear students, welcome to Learner's World. In this video, I'm going to talk about questions and answers of the preamble, FIUGP, VSc, English, Commerce and Management, Framing Values, Literary and Cultural Narratives for Commerce and Management, 3rd semester, Calicut University. Answer the following questions in a paragraph. Previous video, we short answer questions discussed. Discuss the significance of the term sovereign in the preamble of the Indian Constitution. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സോവറൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ടേം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സിഗ്നിഫിക്കൻസ്, അതിൻ്റെ പ്രസക്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ദ വേർഡ് സോവറൈൻ ഇൻ ദ പ്രിയാമ്പിൾ മീൻസ് ദാറ്റ് ഇന്ത്യ ഈസ് എ ഫ്രീ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് കൺട്രി. ഇറ്റ് ക്യാൻ മേക്ക് ഇറ്റ്സ് ഓൺ ലോസ് ആൻഡ് ഡിസിഷൻസ് വിത്തൗട്ട് എനി കൺട്രോൾ ഫ്രം അതർ കൺട്രീസ്. അപ്പോൾ ഇന്ത്യ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള, ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു രാജ്യമാണെന്ന് നമ്മൾ പ്രിയാമ്പിളിൽ കണ്ടു. അതായത് ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഡിസിഷൻസ് എടുക്കാനും സ്വന്തമായിട്ടുള്ള നിയമങ്ങളും ഒക്കെ ഉണ്ട്. എക്സ്റ്റേണലായിട്ടുള്ള ഒരു രാജ്യത്ത് നിന്ന് ഡിസിഷൻസ് ഒന്നും സ്വീകരിക്കേണ്ടതായിട്ട് വരുന്നില്ല. It shows that the people of India have the full power to rule themselves and no foreign power can interfere. അതായത് ഇന്ത്യ ഒരു സോവറൈൻ ആണെന്ന് പറയുന്നത് ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള, അതായത് ഫോറിൻ പവർ ഇൻ്റർഫിയർ ചെയ്യേണ്ട ആവശ്യകത ഇന്ത്യക്കില്ല. സ്വന്തമായിട്ട് റൂൾ ചെയ്യാനുള്ള പവർ ഇന്ത്യക്കുണ്ട് എന്നാണ് പറയുന്നത്. ഇന്ത്യ ടേക്സ് ഇറ്റ്സ് ഓൺ ഡിസിഷൻസ് ഇൻ മാറ്റേഴ്സ് ലൈക്ക് പൊളിറ്റിക്സ്, ഇക്കോണമി ആൻഡ് ലോ. ഇതിലൊക്കെ ഇന്ത്യ തന്നെയാണ് സ്വന്തമായിട്ട് ഡിസിഷൻസ് എടുക്കുന്നത്. Explain the implications of the terms socialist and secular as mentioned in the preamble. Preamble സെക്കുലർ, സോഷ്യലിസ്റ്റ് എന്നുള്ള ടേംസൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഇംപ്ലിക്കേഷൻസ്. The word socialist means that India believes in reducing the gap between the rich and poor. സോഷ്യലിസ്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വെൽഫെയർ സ്റ്റേറ്റാണ്. അതായത് ഒരു ക്ഷേമ രാഷ്ട്രം. ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും എല്ലാ വിധത്തിലുള്ള ക്ഷേമം നടപ്പിലാക്കുക എന്നുള്ള ഒരു രീതിയാണ് പറയുന്നത്. അതായത് റിച്ചും പുവറും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് റെഡ്യൂസ് ചെയ്യുക, എല്ലാവർക്കും ഈക്വലായിട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് കൂടി സോഷ്യലിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ദ ഗവൺമെൻറ് ട്രൈസ് ടു ഗിവ് ഈക്വൽ ചാൻസസ് ടു എവരി വൺ ആൻഡ് ഹെൽപ്പ് ദോസ് ഹു ആർ ഇൻ നീഡ്. അതായത് ഗവൺമെൻറ് ശ്രമിക്കുന്നത് എല്ലാവർക്കും ഈക്വൽ ചാൻസസ് ആണ്, എല്ലാവർക്കും തുല്യമായിട്ട് എല്ലാവരെയും ആവശ്യക്കാർക്ക് സഹായം എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. ദ വേർഡ് സെക്യുലർ മീൻസ് ദാറ്റ് ഇന്ത്യ റെസ്പെക്ട് ഓൾ റിലീജിയൻസ്. പീപ്പിൾ ആർ ഫ്രീ ടു ഫോളോ എനി റിലീജിയൻ ആൻഡ് ദ ഗവൺമെൻറ് ഡസ് നോട്ട് ഫേവർ എനി റിലീജിയൻ. ഇറ്റ് ട്രീറ്റ്സ് ഓൾ റിലീജിയൻസ് ഈക്വലി. അതായത് ഇന്ത്യ ഒരു സെക്യുലർ കൺട്രിയാണെന്ന് പറയുന്നുണ്ട്, ഒരു മതേതര രാജ്യം. അതായത് എല്ലാ റിലീജിയനെയും റെസ്പെക്റ്റ് ചെയ്യുന്നു, എല്ലാ റിലീജിയനെയും ഫോളോ ചെയ്യുന്നുണ്ട്. ഒരു പ്രത്യേക റിലീജിയനെ ഒരു ഫേവറൊന്നും നൽകുന്നില്ല. ഗവൺമെൻറ് എല്ലാവരെയും ഈക്വലി ട്രീറ്റ് ചെയ്യുന്നുണ്ട്. Describe the role of justice and equality as outlined in the preamble of Indian Constitution. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ ഇക്വാലിറ്റി, ജസ്റ്റിസ് ഇത് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ റോള് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ പ്രിയാമ്പിൾ പ്രൊമിസസ് ജസ്റ്റിസ് വിച്ച് മീൻസ് എവറി വൺ ഷുഡ് ബി ട്രീറ്റഡ് ഫെയർലി. അതായത് ആമുഖത്തിൽ ജസ്റ്റിസ് വാഗ്ദാനം നൽകുന്നുണ്ട്. അതായത് തുല്യമായിട്ടുള്ള നീതി, ന്യായം നടപ്പിലാക്കണം എന്ന് പറയുന്നുണ്ട്. അതായത് എല്ലാവരെയും ഫെയറായിട്ട് ന്യായത്തിൻ്റെ രീതിയിൽ ട്രീറ്റ് ചെയ്യണം. ഇറ്റ് ഇൻക്ലൂഡ്സ് സോഷ്യൽ ജസ്റ്റിസ്, ദെൻ ഇക്കണോമിക് ജസ്റ്റിസ് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്. എല്ലാ തരത്തിലുള്ള നീതിയും, സോഷ്യലായാലും സോഷ്യൽ ജസ്റ്റിസിൽ പറയുന്നത് നോ ഡിസ്ക്രിമിനേഷൻ, വിവേചനം പാടില്ല, എല്ലാവരെയും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യണം. ഇക്കണോമിക് ജസ്റ്റിസ് പറയുന്നുണ്ട് ഫെയർ ചാൻസസ് ഇൻ വർക്ക് ആൻഡ് വെൽത്ത്. വർക്കിൻ്റെ കാര്യത്തിലും വെൽത്തിൻ്റെ കാര്യത്തിലും ഒക്കെ ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യണം. അതുപോലെ പൊളിറ്റിക്കൽ ജസ്റ്റിസ്. ഇക്വാലിറ്റി മീൻസ് ആൾ പീപ്പിൾ ആർ ഈക്വൽ ബിഫോർ ദ ലോ. നോ വൺ ഷുഡ് ബി ട്രീറ്റഡ് ഡിഫറെൻ്റ്ലി ബിക്കോസ് ഓഫ് ദെയർ കാസ്റ്റ്, റിലീജിയൻ ഓർ വെൽത്ത്. എവറി വൺ ഷുഡ് ഗെറ്റ് ദ സെയിം റൈറ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. ഇക്വാലിറ്റി, തുല്യത, സമത്വം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ ആളുകളെയും തുല്യമായിട്ട് ട്രീറ്റ് ചെയ്യുക, ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുക. അവരുടെ കാസ്റ്റോ ജാതിയോ മതമോ അവരുടെ വെൽത്തോ അവരുടെ പൊളിറ്റിക്സോ ഒന്നും നോക്കാതെ എല്ലാവരെയും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ അനലൈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ലിബർട്ടി ആൻഡ് ഫ്രറ്റേണിറ്റി ഇൻ കോണ്ടെക്സ്റ്റ് ഓഫ് ദ പ്രിയാമ്പിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ.
ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളിൻ്റെ ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഫ്രറ്റേണിറ്റി സഹോദര്യം, ലിബർട്ടി ഫ്രീഡം ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ലിബർട്ടി മീൻസ് പീപ്പിൾ ഹാവ് ദ ഫ്രീഡം ടു തിങ്ക്, സ്പീക്ക്, ബിലീവ് ആൻഡ് ആക്ട് ആസ് ദേ വിഷ് ആസ് ലോങ് ആസ് ദേ ഡോണ്ട് ഹാം അതേഴ്സ്. ലിബർട്ടി എന്ന് പറഞ്ഞാൽ ഫ്രീഡം, സ്വാതന്ത്ര്യം, സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും അഭിപ്രായ പ്രകടനം നടത്താനും സംസാരിക്കാനും പ്രവർത്തിക്കാനൊക്കെയുള്ള ഒരു അവകാശം, മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ. Fraternity means brotherhood and unity among all Indians. It helps people live in peace and respect each other. It also protects the dignity of every person and keeps the country strong and united. ഫ്രാറ്റർണിറ്റി എന്ന് പറഞ്ഞാൽ ബ്രദർഹുഡ്, സഹോദര്യം, അതായത് ഒരു ഇന്ത്യൻസിൻ്റെ ഇടയിൽ ഒരു യൂണിറ്റി, ഐക്യത്തോടെ കൂടെ എല്ലാവരും മറ്റുള്ളവരെ ഓരോ ഇൻഡിവിജ്വലിനെയും റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ജീവിക്കുക, പീസ്ഫുള്ളായിട്ട് സ്ട്രോങ് ആയിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, താങ്ക് യു.